അമേരിക്കൻ ദീർഘദൂര മിസൈലുകൾക്ക് പുറമെ ഇതാദ്യമായി ബ്രിട്ടീഷ് സ്റ്റോം ഷാഡോ മിസൈലുകളും റഷ്യയിൽ യുക്രൈൻ സേന പ്രയോഗിച്ചു എന്ന വാർത്ത വരുന്നു. യുക്രൈൻ തലസ്ഥാനത്ത് റഷ്യയുടെ വൻ തിരിച്ചടി ഭയന്ന് കീവിൽ അമേരിക്കയും ഇറ്റലിയും ഗ്രീസും എംബസികൾ പൂട്ടിയെന്ന വാർത്ത കൂടി വരുന്നു. തീർച്ചയായിട്ടും ഈ യുദ്ധത്തിൻ്റെ ഗതി അപകടകരമായ രീതിയിൽ മാറുന്നു എന്ന വാർത്തയാണ് ഈ പ്രഭാതത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത്. പി ജെയിംസ് തത്സമയം ചേരുന്നു. ഗുഡ് മോർണിംഗ് പി ജെയിംസ്. ഗുഡ് മോർണിംഗ് എസ് കെ. നമുക്കിതൊക്കെ കേൾക്കുമ്പോൾ പി ജെയിംസിനോട് ഒരു ലോക്യം പറയാൻ പോലും തോന്നുന്നില്ല. എന്ത് ചെയ്യാൻ പറ്റും എസ് കെ? ആകെ ആഗ്രഹിക്കുന്നു, പക്ഷേ യുദ്ധമാണ്. അലമ്പ് പറയൂ പി. അല്ല, ഇന്നലെ ഞാൻ എസ് കെനോട് ഒരു സൂചന പറഞ്ഞതാണ്. ഈ സൂചനകളൊന്നും പറയുന്നില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ, അമേരിക്കയുടെ ദീർഘദൂര മിസൈലായിട്ടുള്ള അറ്റക്കാംസ് ആംഡ് ടാക്ടിക്കൽ മിസൈൽ സിസ്റ്റംസ് എന്നാണ് അതിൻ്റെ ഫുൾ ഫോം. അമേരിക്കയുടെ ഏറ്റവും അത്യാധുനികമായിട്ടുള്ള മിസൈൽ സിസ്റ്റമാണ്. ഇതുവരെ ഉപയോഗിക്കാൻ അനുമതി കൊടുത്തിരുന്നില്ല. 2 ദിവസം മുൻപ് അനുമതി കൊടുത്തു ജോ ബൈഡൻ, അമേരിക്കയുടെ പ്രസിഡന്റ്. അതിൻ്റെ തൊട്ടുപിറകെ ഉക്രൈൻ അതെടുത്ത് ബ്രയാൻസ്ക് മേഖലയിൽ പ്രയോഗിച്ചു. ഒരുപാട് നാശനഷ്ടങ്ങൾ വരുത്തിയിട്ടുണ്ട്. റഷ്യ 6 എണ്ണത്തിൽ 5 എണ്ണം വെടിവെച്ചിട്ടു എന്നാണ് പറയുന്നത്. പക്ഷേ 8 എണ്ണം അയച്ചു, 6 എണ്ണവും പതിച്ചു. വലിയ നാശനഷ്ടങ്ങളുണ്ടായി. മിലിറ്ററി മേഖലയിൽ പ്രശ്നം ഉണ്ടായിട്ടെന്നാണ്. അതുകൊണ്ട് തന്നെയാണ് റഷ്യ വലിയ ഭീഷണിയായിട്ട് വന്നത്. അണ്വായുധ പ്രയോഗത്തിനുള്ള നിയന്ത്രണം നീക്കിയിരിക്കുന്നു എന്നുള്ള രീതിയിൽ തന്നെ പുതിയ നിയന്ത്രണങ്ങളില്ലാത്ത അവസ്ഥയിലേക്ക് എത്തിയത്. അതിനിടയിൽ നമ്മൾ ഇന്നലെ സൂചന പറഞ്ഞതാണ്, ഒരുപക്ഷെ ബ്രിട്ടനും ഫ്രാൻസും കൂടി നിർമ്മിച്ച ഏറ്റവും അത്യാധുനികമായിട്ടുള്ള മിസൈലുകളാണ് സ്റ്റോം ഷാഡോ മിസൈലുകൾ. ബ്രിട്ടനാണ് അത് യുക്രൈന് നൽകിയത്. പക്ഷെ ഒറ്റ ഇതുണ്ടായിരുന്നു, നിബന്ധനയുണ്ടായിരുന്നു, കയ്യിൽ വെച്ചോളൂ, പ്രയോഗിക്കാൻ പാടില്ല. പക്ഷേ ഇതാ ഈ മണിക്കൂറുകളിൽ ആ സ്റ്റോം ഷാഡോ മിസൈലുകൾ പ്രയോഗിക്കാൻ അനുമതി നൽകിയോ ഇല്ലയോ എന്ന് പുറത്തേക്ക് വന്നിട്ടില്ല. പക്ഷെ അത് പ്രയോഗിച്ചു കഴിഞ്ഞു. അത് ചെന്ന് കർസ്ക് എന്ന മേഖലയിൽ, പ്രത്യേകിച്ച് ആ മേഖലയിലാണ് റഷ്യയുടെ പ്രദേശങ്ങൾ ഉക്രൈൻ സേന പിടിച്ചു വച്ചിരിക്കുന്നത്. അവിടുത്തെ തദ്ദേശവാസികൾ തന്നെ സ്റ്റോം ഷാഡോ മിസൈലുകളുടെ ഡെബ്രിസ്, അതിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടെടുത്ത് അത് പ്രയോഗിച്ചു എന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞു. ഒരുപക്ഷെ റഷ്യയെ വല്ലാതെ പ്രകോപിപ്പിക്കുന്നൊരു നീക്കമാണ് ഉക്രൈൻ വീണ്ടും നടത്തിയിരിക്കുന്നത്. അമേരിക്കൻ മിസൈലുകൾ വീണ്ടും പ്രയോഗിച്ചു. അപ്പം അമേരിക്കയുടെ അറ്റക്കാംസ് മിസൈലുകൾ, തൊട്ടുപിറകെ ബ്രിട്ടൻ്റെ സ്റ്റോം ഷാഡോ എന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ കൊടുങ്കാറ്റിൻ്റെ നിഴൽ എന്നുള്ള തരത്തിലുള്ള അത്രയും കൊടുങ്കാറ്റിൻ്റെ വേഗതയിൽ പറക്കുന്ന മിസൈലുകളാണ്. വലിയ നാശനഷ്ടം വരുത്തുന്നത് മാത്രമല്ല, റഷ്യയുടെ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെയാണ് ആക്രമണങ്ങൾ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ റഷ്യ വെറുതെ ഇരിക്കുമെന്ന് തോന്നുന്നില്ല. എന്തായാലും അതിൻ്റെ ഒരു ആശങ്ക അമേരിക്കൻ ഇൻ്റലിജൻസ് അറിയിച്ചതിനെ തുടർന്ന് ഇതാദ്യമായി, യുദ്ധം തുടങ്ങി 2.25 വർഷമായി, അമേരിക്കയുടെ എംബസി ഉക്രൈൻ്റെ തലസ്ഥാനമായി കീവിൽ പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ അത് പൂട്ടിയിരിക്കുന്നു. അവിടുത്തെ ആൾക്കാരോടൊക്കെ ജീവരക്ഷാർത്ഥം എവിടെയെങ്കിലുമൊക്കെ മാറിക്കൊള്ളാൻ അമേരിക്ക പറഞ്ഞിരിക്കുന്നു. തൊട്ടുപിറകെ ഇറ്റലിയും ഗ്രീസും കീവിലെ, ഉക്രൈൻ തലസ്ഥാനമായി കീവിലെ എംബസികൾ പൂട്ടിയിരിക്കുന്നു. അപ്പോൾ എസ് കെൻ അതിൻ്റെ ഒരു തീവ്രത കാണിക്കുന്നത് അമേരിക്കൻ എംബസിക്ക് നേരെ റഷ്യയുടെ ആക്രമണം ഉക്രൈനിൽ വരും എന്നുള്ളത് ഉറപ്പായിരുന്നു. എന്ന് മാത്രമല്ല, ഉക്രൈന് നേരെയാണ് അണ്വായുധ പ്രയോഗം നടത്തുമെന്നുള്ള ഭീഷണി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ നടത്തിയിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇത് വല്ലാതെ പേടിപ്പിക്കുന്ന തരത്തിലുള്ളൊരു നീക്കം തന്നെയാണ് എസ് കെ എൻ. അതുകൊണ്ട് തന്നെ അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും റഷ്യയോട് വല്ലാത്ത രീതിയിലുള്ള കുറ്റപ്പെടുത്തൽ നടത്തിയിട്ടുണ്ട്. നിങ്ങൾ ഈ രീതിയിൽ പ്രതികരിക്കുന്നത് ശരിയല്ല, ഒരു തരത്തിലും അണ്വായുധ പ്രയോഗത്തിൻ്റെ നിയന്ത്രണം എടുത്ത് കളയുന്നത് ശരിയല്ല എന്നുള്ള തരത്തിലുള്ള പ്രതികരണം അമേരിക്കയും ബ്രിട്ടനും ഫ്രാൻസും അടക്കമുള്ള യൂറോപ്യൻ രാജ്യങ്ങൾ നടത്തിയിട്ടുണ്ട്. സ്കേൻ ഈ വടക്കൻ ഗസയിൽ യഥാർത്ഥത്തിൽ ആശുപത്രിക്ക് നേരെ ഇസ്രയേൽ ആക്രമണം ഉണ്ടായി എന്നുള്ള വാർത്ത വരുന്നുള്ളൂ. മാത്രമല്ല, വടക്കൻ ഗസയിലുള്ള സൈനികരെയൊക്കെ ബെഞ്ചമിൻ നെതന്യാഹു സന്ദർശിച്ച് ഊർജം പകർന്നു എന്ന വാർത്തയും വരുന്നുണ്ട്. എസ് കെ ഒരുപക്ഷെ വളരെ അമ്പരപ്പും അത്ഭുതം ഉളവാക്കുന്നതാണ്. കാരണം യുദ്ധം തുടങ്ങി 1 വർഷം കഴിഞ്ഞിട്ട്, 1 വർഷത്തിനുള്ളിൽ ഇതേവരെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഗസയിലേക്ക് കടക്കാൻ ധൈര്യപ്പെട്ടിട്ടില്ല. പക്ഷെ അദ്ദേഹം എങ്ങനെ പോയി, എങ്ങനെ ഇതൊന്നും പുറത്തു പറഞ്ഞിട്ടില്ല. പക്ഷെ അദ്ദേഹം അവിടെ പോയി ഗസയിലെ സൈനികരെ കാണുന്നതിൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നു. ഒരുപക്ഷെ വളരെ സംഘടിതമായി, ആരും അറിയാതെ രഹസ്യമായിട്ടാണ് ഈ സൈനിക ക്യാമ്പിൽ എത്തിയിരിക്കുന്നത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ഇതുപോലെ മീറ്റ് ചെയ്യുന്ന ഒരു രീതി 2ാം ലോക മഹായുദ്ധകാലത്ത് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന വിൻസ്റ്റൺ ചർച്ചിലിനുണ്ടായിരുന്നു. അദ്ദേഹവും ജോസഫ് സ്റ്റാലിനും അതുപോലെ തന്നെ ഐസൻഹോവറൊക്കെ നേരിട്ട് കണ്ടിരുന്നതായിട്ട്, റൂസ്വെൽറ്റ് അടക്കമുള്ളവർ കണ്ടിരുന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ. അവർ യുദ്ധത്തിൻ്റെ നടുവിൽ മറ്റു യുദ്ധക്കപ്പലുകളിൽ രഹസ്യമായി എത്തി കൂടിക്കണ്ടുകൊണ്ടാണ് ജപ്പാനും ജർമ്മനിക്കുമെതിരെ യുദ്ധം നടത്തിയിരുന്നതെന്ന് പറയാറുണ്ട്. എന്തായാലും ഗസയിൽ വലിയ തീവ്രമായ രീതിയിൽ
യുദ്ധം നടന്നുകൊണ്ടിരിക്കുക. അതിനിടയിലേക്ക് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു എത്തി എന്നുള്ളത് തന്നെയാണ് ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. അതിനിടയിൽ ഇസ്രായേലിൻ്റെ സേന വടക്കൻ ഗസയിലെ കമൽ അദ്വാനി എന്ന ആശുപത്രിയിൽ വലിയ ആക്രമണം നടത്തിയിരിക്കുന്നു. തീവ്ര പരിചരണ വിഭാഗം തകർന്നു. അവിടെ ഭക്ഷണം കിട്ടാതെ പട്ടിണിയിലായിട്ട് എല്ലും തോലുമായ 17 കുട്ടികളെ അവിടെ പ്രവേശിപ്പിച്ചിരുന്നു. വയസ്സായ മനുഷ്യരുണ്ടായിരുന്നു. ആ ആശുപത്രിക്ക് നേരെയാണ് ആക്രമണം നടന്നിരിക്കുന്നത്. അതിനിടയിൽ ലെബനന്റെ തൊട്ടടുത്ത് കിടക്കുന്ന സിറിയ, ഈ ലെബനിൽ നിന്ന് ലക്ഷക്കണക്കിന് ആൾക്കാരാണ് സിറിയയിലേക്ക് പലായനം ചെയ്തിരിക്കുന്നത്. അവിടെ നിന്ന് ആയുധം സിറിയയിൽ നിന്ന് ലെബനിലേക്ക് ഹെസ്ബുള്ളയ്ക്ക് വരുന്നു എന്നുള്ള ആരോപണത്തെ തുടർന്ന് ആ അതിർത്തിയിൽ, സിറിയൻ അതിർത്തിയിൽ ഇസ്രായേൽ ബോംബിട്ടു. 36-നും 40-നും ഇടയ്ക്ക് ആൾക്കാർ കൊല്ലപ്പെട്ട വാർത്ത കൂടിയാണ് ഈ മണിക്കൂറുകളിൽ വരുന്നത്. ലെബനിൽ ആക്രമണം അതീവ രൂക്ഷമാണ്. ഇസ്രായേൽ പ്രധാനമന്ത്രിയെ കുറിച്ചോളം ഒരു നാണക്കേട് കൂടിയുണ്ട്. അദ്ദേഹത്തിൻ്റെ വസതിക്ക് മേൽ 2 തവണ ഹിസ്ബുള്ളയുടെ ആക്രമണം നടന്നു. അതുകൊണ്ട് കൂടിയാവണം അദ്ദേഹം ഗസയിലേക്ക് പോയി ഞങ്ങളിതാ യുദ്ധമുഖത്ത് ഞാൻ പോകാൻ ധൈര്യം കാണിക്കുന്നുവെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നത്. എന്തായാലും യുദ്ധം രണ്ടിടത്തും രൂക്ഷമാവുകയാണ്. ജോ ബൈഡൻ ജനുവരി 20-ന് പോകുന്നത് വരെ യുദ്ധം ഇങ്ങനെ വലിയ രീതിയിൽ ശക്തിപ്പെടുത്താനാണ് നീക്കം. എസ് കെ ഒരുപക്ഷെ ഇന്ന് അറിഞ്ഞു കാണും, സ്വർണത്തിൻ്റെ വില കൂടിയിരിക്കുന്നു. കാരണം ഈ യുദ്ധം വരുന്നു എന്ന് പറയുമ്പോൾ ആൾക്കാർ ഇൻവെസ്റ്റ് ചെയ്യുന്നത് മുഴുവൻ സ്വർണത്തിലാണ്. ട്രംപ് ജയിച്ചപ്പോൾ സ്വർണത്തിൻ്റെ വില കുറഞ്ഞു, ഡോളറിൻ്റെ വില കൂടി. ഇപ്പോൾ ഇതാ ട്രംപിൻ്റെ എഫക്റ്റ് മാറ്റിക്കൊണ്ട് ജോ ബൈഡൻ യുദ്ധം പ്രഖ്യാപിക്കുന്ന രീതിയിൽ പ്രശ്നങ്ങളുണ്ടായി. അണ്വായുധം പ്രയോഗിക്കുമെന്ന് പുടിൻ പറഞ്ഞു. സ്വർണ്ണവില ലോകമെമ്പാടും കൂടിയിരിക്കുന്നു. എസ് കെ. ഓക്കെ, താങ്ക് യു പി ജെയിംസ്. വിദേശ വാർത്തകൾ ഇനി നാളെ ഏതാണ്ട് ഇതേ സമയം.